നൃത്തപരിപാടിക്കായി ഒരുങ്ങി സ്റ്റേജിൽ കയറിയ കുട്ടികളെ തിരിച്ചയച്ച ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ. നെയ്യാറ്റിൻകര ചെങ്കലിലാണ് 20-ലധികം കുട്ടികൾ നൃത്തം ചെയ്യാനാകാതെ നാട്ടുകാരുടെ മുന്നിൽ നിന്ന് കണ്ണീരോടെ മടങ്ങിയത്. ഉത്സവത്തിന് ഒരു കുടുംബം 5000 രൂപ ഫണ്ട് നൽകിയില്ല എന്നാരോപിച്ചാണ് 2 കുട്ടികളെ നൃത്തം ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയത്. അതേസമയം അരങ്ങേറ്റത്തിന് 2000 രൂപ ചോദിച്ചത് നൽകാത്തതിലാണ് 2 കുട്ടികളെ മാറ്റി നിർത്തിയതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇക്കഴിഞ്ഞ 29-ാം തീയതി രാത്രിയാണ് ചെങ്കൽ കാരിയോട് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ 20ഓളം കുട്ടികൾ നൃത്തം ചെയ്യാനായി എത്തിയത്. നൃത്തം ആരംഭിച്ചതിന് പിന്നാലെയാണ് ക്ഷേത്രം ഭാരവാഹികൾ മദ്യപിച്ചെത്തി പ്രശ്നമുണ്ടാക്കിയതെന്ന് അധ്യാപിക ഷെർലി പറയുന്നു. ഉത്സവമായിട്ട് ബന്ധപ്പെടുത്തി പിരിവുകളുണ്ടല്ലോ, അപ്പോൾ ആ പിരിവിന് 5000 രൂപ വീട്ടുകാർ കൊടുക്കണമെന്ന് അവർ വീട്ടിൽ പോയി ഞാനിതൊന്നും പറഞ്ഞാൽ ആവശ്യപ്പെട്ടു. അപ്പോൾ അവർ അവിടെ വെച്ച് കൊടുക്കൂലെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് അവർ റീസൺ പറയുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് വീട്ടിൽ വന്ന് 5000 രൂപ ക്ഷേത്രം ഭാരവാഹികൾ പിരിവ് ചോദിച്ചെന്നും എന്നാൽ ഇത് നൽകാനുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നില്ലെന്നും അരങ്ങേറ്റത്തിനെത്തിയ കുട്ടികളുടെ അമ്മ പറയുന്നു. ജനുവരി ടൈമിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്ന് ഒരു 5000 രൂപ പുള്ളി ചോദിച്ചായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല ചേട്ടാ ഇപ്പോൾ തരാൻ പറ്റത്തില്ല, 1 ലക്ഷം രൂപയെ കൂടുതൽ അരങ്ങേറ്റാവുന്നുണ്ട്, പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് സ്ഥലം മാറണം, അപ്പോൾ വീട് പണി എല്ലാം കൂടെ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, ഇത്ര മാത്രമേ ഇഷ്യൂ ഉള്ളൂ. കുട്ടികളുടെ അരങ്ങേറ്റവുമായി ബന്ധപ്പെട്ട് 2000 രൂപ മാത്രമാണ് ചോദിച്ചതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വ്യക്തമാക്കി. അതായത് അവരുടെ ട്രൂപ്പിൽ ഒരു കുട്ടി ഇറങ്ങേറിയാലും 10 കുട്ടികൾ ഇറങ്ങേറിയാലും നമ്മൾ 2000 രൂപ വാങ്ങിക്കും. നമ്മൾ ആരും ശ്രദ്ധിക്കുന്നതിന് മുമ്പ് ഒരു പരിപാടി തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം തന്നെ ഈ അരങ്ങേറ്റ കുട്ടികളാണ് അവർ കളിപ്പിച്ചത്. ഉത്സവ കമ്മിറ്റി ആവശ്യപ്പെട്ട 5000 രൂപ പിരിവ് നൽകാമെന്ന് പറഞ്ഞിട്ടും കുട്ടികളെ നൃത്തം ചെയ്യാൻ അനുവദിച്ചില്ല എന്നാണ് അധ്യാപിക ഷെർലി റിപ്പോർട്ടിനോട് പറഞ്ഞത്. വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ ഉയരുമ്പോഴും കുട്ടികൾക്കുണ്ടായ മാനസിക വിഷമത്തിന് പരിഹാരമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.